ഹായ്, ദിസ് ഇസ് സഫാഫ് അലി, റിഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് അറ്റ് സ്കൈ. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന് നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസിന് ഒരു പ്രധാന പങ്കുണ്ട്. നല്ലൊരു കുട്ടിക്കാലം ഓഫർ ചെയ്യുന്നത് നല്ലൊരു അഡൽട്ടിനെയാണ്. അതിലൊരു പ്രധാന ഫാക്ടറാണ് പാരൻറ്റിങ്. പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയും ഒരുമിച്ചൊരു ടീമായി വർക്ക് ചെയ്യേണ്ട ഒന്നാണ്. പോസിറ്റീവ് പാരൻറ്റിങ്ങിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ റിമൈൻഡ് ചെയ്യുന്നത്. കുട്ടികൾ നല്ലൊരു ശതമാനം കാര്യങ്ങളും പഠിക്കുന്നത് ഒബ്സർവേഷനിലൂടെയാണ്. മിക്ക കുട്ടികളുടെയും ആദ്യത്തെ റോൾ മോഡൽസ് നമ്മൾ പേരൻസ് തന്നെയായിരിക്കും. അത് നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും കുട്ടികൾ അവരറിയാതെ തന്നെ ഒരു സ്പോഞ്ച് പോലെ അബ്സോർബ് ചെയ്യും. ഉദാഹരണത്തിന്, ദേഷ്യം വരുമ്പോൾ എങ്ങനെ പ്രകടിപ്പിക്കണം, ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ നേരിടണം, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് കണ്ട് അവർ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ നമ്മുടെ ബിഹേവിയറിൽ കൂടുതലായിട്ടും പോസിറ്റീവ് ബിഹേവിയേഴ്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കൈൻഡ്നെസ്സും പേഷ്യൻസും ആണ് അവർ കണ്ടു വളരുന്നതെന്നുണ്ടെങ്കിൽ അവരത് തന്നെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ കുട്ടികളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ഓരോ കാര്യവും എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞു കൊടുക്കാം. അത് അവർ അവരുടേതായ രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തട്ടെ. അത് അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിനും ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും എല്ലാം സഹായിക്കുന്നു. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുട്ടികൾക്കും പാരൻസിനും ഇടയിലുള്ള റിലേഷൻഷിപ്പിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് സഹായിക്കുന്നു. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അവരെ ജഡ്ജ് ചെയ്യാതെ അവർ പറയുന്നത് മുഴുവനായി കേട്ടതിന് ശേഷം മാത്രം നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. കുട്ടികൾ പറയുന്ന നോ എല്ലായ്പ്പോഴും അനുസരണക്കേടാവണമെന്നില്ല. അവരുടെ നമ്മളുടെ വ്യൂ പോയിന്റിൽ നിന്നും ഡിഫറെൻ്റ് ആവാം. അവർ മറ്റൊരു ഇൻഡിവിജ്വലാണ്. അത് നമ്മൾ അംഗീകരിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത നമുക്കറിയാവുന്നത് പോലെ തന്നെ നല്ല ഏതൊരു ബിഹേവിയർ കുട്ടികൾ കാണിക്കുകയാണെങ്കിലും അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ മടിക്കാതിരിക്കുക. അതൊരു കുഞ്ഞി ഗിഫ്റ്റായിട്ടോ അല്ല നല്ല വാക്കായിട്ടോ ഹഗ്ഗായിട്ടോ കിസ്സായിട്ടോ ഇതെല്ലാം നമ്മൾ കുട്ടികളിൽ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുട്ടിയെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളിവിടെ തിരസ്കരിക്കുന്നത് ആ ഒരു ബിഹേവിയറിനെയാണ്, അല്ലാതെ കുട്ടിയെ അല്ല എന്നുള്ളതാണ്. ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റീനെയോ ടോക്ക് ടൈമിനെയോ നമുക്ക് ക്വാളിറ്റി ടൈം എന്ന് വിളിക്കാം. സോ മേക്ക് ഷുവർ യു ഹാവ് ഇനഫ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ ഫാമിലി. ഹാപ്പി പാരൻറ്റിംഗ്.